ഞാനിപ്പോൾ ഇതുപോലൊരു വീഡിയോ ഇടാൻ കാരണം ഇപ്പോൾ വിവാദമായ SK ഹോസ്പിറ്റലിനെ കുറിച്ച് എൻ്റെ അനുഭവം പറയാനാണ്. 1.5 വർഷത്തിന് മുന്നേ എൻ്റെ അച്ഛന് ബ്ലഡ് ക്ലോട്ടായി ഒരു മേജർ സർജറി വേണമെന്ന് ഡോക്ടർ പറയുകയും ഒരു പട്ടാളക്കാരനായതുകൊണ്ട് SK ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തത്. വൈകിട്ട് ഒരു 4 മണിയോടുകൂടി ഞാനും എൻ്റെ പ്രായമായ അമ്മയും കൂടി ആംബുലൻസിൽ അച്ഛനെ SK ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അച്ഛൻ്റെ രോഗവിവരങ്ങളും മറ്റും 2 ഡോക്ടേഴ്സ് മാറിയും തിരിഞ്ഞും ചോദിച്ചു. സർജറി ചെയ്യാൻ മെയിൻ ഡോക്ടർ കൂടി വന്ന് കാണണം എന്ന് പറഞ്ഞു. അതിനിടയിൽ ഞാൻ ECHSൻ്റെ കാർഡും മറ്റും ശരിയാക്കാനും ഓടി. രാത്രിയായപ്പോൾ ICയിലേക്ക് മാറ്റി. അച്ഛന് കോവിഡ് ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്നുണ്ടെന്നും ബൈസ്റ്റാൻഡ് രാവിലെ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ടുമായി വന്നാലേ പേഷ്യൻറ്റിനെ കാണിക്കൂ എന്നും പറഞ്ഞു. പിന്നെ കോവിഡ് ടെസ്റ്റ് നടത്തി അച്ഛനെ കാണിച്ചു. സർജറി ഇന്ന് കാണുമെന്നും പറഞ്ഞു. ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു. അച്ഛന് അനസ്തീഷ്യയ്ക്ക് മുന്നേയുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ എന്നെ വീണ്ടും ICന്ന് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ സർജറി ചെയ്യാൻ അനുവദിച്ച പേപ്പർ വാങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഓഫീസിൽ ചെന്നു. അവരൊരു ബില്ല് എനിക്ക് എടുത്തു തന്നു. ഞാൻ ചോദിച്ചു, എന്താണിത്? ഇത് അടയ്ക്കൂ. എന്താണ്? എനിക്കൊന്നും മനസ്സിലായില്ല. ഇത് ബില്ലാണ്, 1,00,000 രൂപ അടയ്ക്കണം. 1,00,000 രൂപയോ? ഞാൻ ചോദിച്ചു, എന്തിനാണ് ക്യാഷ് അടയ്ക്കുന്നത്? അത് സർജറി ചെയ്യണമെങ്കിൽ 1,00,000 രൂപ അടയ്ക്കണം. ഞാൻ പറഞ്ഞു, ഇതൊരു സാധാരണ ആളല്ല, ഒരു പട്ടാളക്കാരനാണ് കിടക്കുന്നത്. ക്യാഷ് അടയ്ക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അത് ഡോക്ടറിനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്, സർജറി ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നതാണ്. ഡോക്ടറിന് കൊടുക്കാനുള്ള ഫീസാണ്. നിങ്ങൾക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ ഫീസ് വേണമെന്നോ എന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ അവസാന നിമിഷമാണോ നിങ്ങൾ ഇതിങ്ങനെ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നു. ഞാനൊരു വീട്ടമ്മയാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചോദിച്ചു. അവസാനം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കണം, ഇയാൾ ഡോക്ടറെ ഒന്ന് പോയി കാണൂ. ഡോക്ടർ സമ്മതിച്ചാൽ സർജറി നടക്കും. ഞാൻ ഓടി ഡോക്ടറിൻ്റെ റൂമിലേക്ക് പോയി. അവിടെ നിന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഡോക്ടറാണെന്നും മനുഷ്യന് ഒരു വിലയും കൽപ്പിക്കാത്ത മനുഷ്യനാണെന്നും എനിക്ക് മനസ്സിലായി. എന്നോട് പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോയ നിമിഷങ്ങളാണ്. അത് തരണം ചെയ്തവർക്കേ അതറിയാവൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ എൻ്റെ അച്ഛന് ജീവൻ ആപത്ത് വരുമോ? ഞാൻ പകച്ചുപോയി. ആരുമില്ലെങ്കിലും ദൈവം ശക്തി തരുമെന്ന് പറയുന്ന പോലെ ഞാൻ പെട്ടെന്ന് ഗോകുല ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അവിടെ 1 രൂപയും വേണ്ടെന്നും പേഷ്യൻറ്റിനെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു. ഒരു ചെറിയ ആശ്വാസമായി. എന്നിരുന്നാലും അച്ഛനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് റിസ്ക് ആണെന്നറിയാം. എന്നാലും കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഉത്തരവാദിത്തത്തിൽ ഡിസ്ചാർജ് ആണെന്നും പറഞ്ഞ് അവരെൻ്റെ അടുത്ത് പേപ്പറുകളൊക്കെ എഴുതി മേടിച്ച് ഒപ്പിട്ട് സൈൻ ചെയ്യിപ്പിച്ചു. അത് പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുത്തു. പിന്നെ ഡിസ്ചാർജ് പേപ്പറിനായി വീണ്ടും ഓഫീസിൽ ചെന്നു. അപ്പോൾ അവർക്ക് ICയിൽ ചിലവായതെന്നും പറഞ്ഞു ഒരു 3,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇത് എൻ്റെ നിയന്ത്രണം വിട്ട സമയമായിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ദേഷ്യവും സങ്കടവും കണ്ടിട്ടാകണം. ഉടൻ തന്നെ ഡിസ്ചാർജിൻ്റെ പേപ്പറുകൾ ശരിയാക്കി തന്നു. ഡിസ്ചാർജ് പേപ്പർ തന്നു കയ്യിൽ. അതും കൊണ്ട് ഞാൻ അച്ഛനെ ഗോകുല ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ സർജറി നടന്നു. പക്ഷേ 1 മാസമേ എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇന്ന് എൻ്റെ അച്ഛൻ നമ്മുടെ കൂടൊപ്പം ഇല്ല. ആരോടും പറയാനോ
ഒന്നും കഴിഞ്ഞിട്ടില്ല. കേസ് കൊടുക്കാനൊക്കെ പലരും പറഞ്ഞു. പക്ഷേ നമ്മളതൊന്നും ചെയ്തില്ല. ഇപ്പോൾ SK ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതുപോലെ ഒരു ന്യൂസ് വന്നപ്പോൾ ഞാൻ തരണം ചെയ്തത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതെനിക്ക് 10 പേരെങ്കിലും കേട്ടോട്ടെ എന്ന് വിചാരിച്ചു, അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. താങ്ക് യു.